ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള സെറ്റ് ജൂലൈ 2025 പരീക്ഷയുടെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. കേരള സെറ്റ് പരീക്ഷയുടെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കും, എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ്. ഒരിക്കൽ നൽകിയ സെറ്റ് സർട്ടിഫിക്കറ്റ് കൈമോശം വന്നു പോയിട്ടുണ്ടെങ്കിൽ LBS സെൻറ്റർ ഡയറക്ടറോട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ താഴെ പറയുന്ന രേഖകൾ ഹാജരാക്കേണ്ടതാണ്. LBS സെൻറ്റർ ഡയറക്ടറുടെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന 1000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. 2. 100 രൂപയുടെ മുദ്രപത്രത്തിൽ സെറ്റ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടതായി നോട്ടറിയെ കൊണ്ടോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ കൊണ്ടോ സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം. ഇതുമായി ബന്ധപ്പെട്ട മറ്റു രേഖകൾ. വിജ്ഞാപനം. സെറ്റ് ജൂലൈ 2025 സംബന്ധിക്കുന്ന വിജ്ഞാപനങ്ങൾ ഡയറക്ടർ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി പ്രസിദ്ധീകരിക്കുന്നതാണ്. നിയമപരിധി. സെറ്റ് ജൂലൈ 2025 മേലുള്ള തർക്കങ്ങളും പരാതികളും കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിലായിരിക്കും. നിയമനിർമ്മാണത്തിനുള്ള അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാണ്. പ്രോസ്പെക്ടസിൽ പരാമർശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.